ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മളുടെ 5ാമത്തെ പാർട്ടാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്. ഹി മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ്. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. His great hood came down so swiftly that I thought nothing could save the mongoose. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. Moving forward quickly until he was just within the cobra's reach. അങ്ങനെ മംഗൂസ് കീരി പാമ്പിൻ്റെ അടുത്തേക്ക് നേരെ നീങ്ങി. അവർ ആക്രമണം തുടങ്ങിയല്ലോ, അവരുടെ പോരാട്ടം തുടങ്ങിയല്ലോ. അപ്പോൾ കീരി പാമ്പിൻ്റെ അടുത്തേക്ക് നേരെ വന്നു. നേരെ വന്നിട്ട് എന്തു ചെയ്തു? ഹി മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ്. ഹി മെയ്ഡ് എ ഫെയിൻറ്റ് ടു വൺ സൈഡ്. നേരെ മൂർഖൻ്റെ അടുത്തേക്ക് വന്ന കീരി പെട്ടെന്ന് തന്നെ ഒരു സൈഡിലേക്ക് വ്യാജ നീക്കം നടത്തുകയാണ്. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ട്. അപ്പം തൻ്റെ നേരെ മംഗൂസ് വരികയാണ്, കീരി വരികയാണെന്ന് കരുതി കോബ്ര എന്ത് ചെയ്തു? ആഞ്ഞു കൊത്തി. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. കോബ്ര മംഗൂസിനെ ആഞ്ഞു കൊത്താണ്. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. പാമ്പിൻ്റെ ആ ആഞ്ഞു കൊത്തൽ കണ്ടിട്ട്, അതിവേഗമുള്ള കൊത്തൽ കണ്ട് ഞാൻ എന്ത് കരുതി? ഇനി ഒരു ശക്തിക്കും മംഗൂസിനെ, കീരിയെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് കരുതി. ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്. പക്ഷേ കീരി എന്ത് ചെയ്തു? വളരെ നീറ്റായിട്ട് ഒരു സൈഡിലേക്ക് നേരത്തെ തന്നെ മാറിയിരുന്നു. ആൻഡ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. എന്നിട്ട് നേരെ ഒരു സൈഡിലേക്ക് മാറിയ കീരി അതേ വേഗത്തിൽ പാമ്പിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്. പാമ്പിൻ്റെ പുറകിൽ കടിച്ചു. ആൻഡ് ഡാർട്ടിങ് എവേ എഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. എന്നിട്ട് ദൂരേക്ക് വീണ്ടും മാറി. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. അപ്പം മൂർഖന് തൻ്റെ അടുത്തേക്ക് വന്ന കീരിയെ ആഞ്ഞു കൊത്തി. പക്ഷേ അതിന് മുന്നേ തന്നെ കീരി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മംഗൂസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു സൈഡിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ അടുത്തേക്ക് വന്ന കീരിയെ ആഞ്ഞു കൊത്തി. പക്ഷെ ആ കൊത്തിയ സമയം തന്നെ കീരി മാറിയ സ്ഥലത്ത് നിന്നും വളരെ വേഗത്തിൽ വന്ന് പാമ്പിനെ തൻ്റെ പുറകിൽ, മുതുകിൽ കടിക്കുകയും തിരിച്ച് അവിടുന്ന് മാറി നിൽക്കുകയും ചെയ്തു. ഉടനെ തന്നെ വളരെ വേഗത്തിൽ പാമ്പിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്തു? ദൂരേക്ക് മാറി നിൽക്കുകയും ചെയ്തു. ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ്. അടുത്തത്, ദ മൊമെൻറ്റ് ദ കോബ്ര സ്ട്രക്ക്, the crow and the myna hurled themselves at him, only to collide heavily in a mid-air. Shrieking at each other, they returned to the cactus plant. The moment the cobra struck. പാമ്പ് കീരിയെ കൊത്താൻ തുനിഞ്ഞ ആ ഒരു നിമിഷം തന്നെ ദ ക്രോ ആൻഡ് ദ മൈന ഹേൾഡ് ദംസെൽസ് അറ്റ് ഹിം. കാക്കയും മൈനയും പാമ്പിന് നേരെ കുതിച്ചു. അപ്പോൾ എല്ലാവരുടെയും ഒരു കോമൺ ശത്രുവാണല്ലോ ആര്? പാമ്പ്. അപ്പോൾ ദ മൊമെൻറ്റ് ദ കോബ്ര സ്ട്രക്ക്. കോബ്ര കീരിയെ കൊത്താൻ തുനിഞ്ഞ ആ നിമിഷം ദ ക്രോ ആൻഡ് ദ മൈന ഹേൾഡ് ദംസെൽസ് അറ്റ് ഹിം. കാക്കയും മൈനയും പാമ്പിന് നേരെ കുതിച്ചു. ഓൺലി ടു കൊളൈഡ് ഹെവിലി ഇൻ മിഡ് എയർ. പക്ഷേ അവർ പരസ്പരം അന്തരീക്ഷത്തിൽ വെച്ച് എന്ത് ചെയ്തു? കൂട്ടിമുട്ടുകയാണ് ചെയ്തത്, അല്ലേ? ആരൊക്കെ തമ്മിൽ? ക്രോയും മൈനയും തമ്മിൽ അന്തരീക്ഷത്തിൽ വെച്ച് കൂട്ടിമുട്ടാണ്. അവർക്ക് ആരുടെ അടുത്തേക്ക് എത്താൻ പറ്റില്ല? കോബ്രൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. ഷ്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ ദേ റിട്ടേൺഡ് ടു ദ കാക്ടസ് പ്ലാന്റ്. അങ്ങനെ വേദന കൊണ്ട് കരഞ്ഞ് അവരെന്ത് ചെയ്തു? തിരിച്ച് അവരുടെ മുൾച്ചെടിയിലേക്ക്, തങ്ങളുടെ ഇരിപ്പിടത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അവർ പാമ്പിന് നേരെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും മൈനയും കാക്കയും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ എന്ത് ചെയ്തു? കൂട്ടിമുട്ടുകയും അവർ വേദന കൊണ്ട് കരയുകയും തിരിച്ച് അവരുടെ കാക്ടസിലേക്ക്, അവരുടെ ആ മുൾച്ചെടിയിൽ വന്ന് അവിടെ ഇരിക്കുകയും ചെയ്തു. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൻഡ് ഓൺ ദ കോബ്രാസ് ബാക്ക്. The cobra struck again and missed.
Again, the mongoose sprang aside, jumped in and bit. Again, the birds dived at the snake, bumped into each other instead, and returned shrieking to the safety of the cactus. A few drops of blood glistened on the cobra's back. പാമ്പിൻ്റെ ശരീരത്തിൽ ഏതാനും രക്തത്തുള്ളികൾ പൊടിഞ്ഞു. അവ എന്ത് ചെയ്യുന്നുണ്ട്? വെയിലിൽ തിളങ്ങുന്നുണ്ട്. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ തിളങ്ങാണ്. അപ്പോൾ രക്തത്തുള്ളികൾ തിളങ്ങുന്നുണ്ട് ഓൺ ദ കോബ്രാസ് ബാക്ക്, കോബ്രയുടെ പിറകിൽ, മൂർഖൻ്റെ ബാക്ക് ഭാഗത്ത്, പുറം ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? രക്തത്തുള്ളികൾ തിളങ്ങുന്നുണ്ട്. അപ്പോൾ ആര് കൊത്തിയത് കൊണ്ടാണത്? ആര് കടിച്ചത് കൊണ്ടാണത്? മംഗൂസ് കടിച്ചത് കൊണ്ടാണ്, കീരി കടിച്ചത് കൊണ്ടാണ്. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്. പാമ്പ് വീണ്ടും എന്ത് ചെയ്തു? കീരിയെ കൊത്താൻ ശ്രമിച്ചു. ആൻഡ് മിസ്ഡ്, പക്ഷേ ലക്ഷ്യം തെറ്റിപ്പോയി, മിസ്സായിപ്പോയി, കൊത്തുകൊണ്ടില്ല. എഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് അസൈഡ്. വീണ്ടും കീരി എന്ത് ചെയ്തു? പാമ്പിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് തന്ത്രപരമായി മാറി. എഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് അസൈഡ്. പാമ്പ് കൊത്തുന്നത് കണ്ട് മംഗൂസ് സ്പ്രാങ് അസൈഡ്, ഇത്തിരി ദൂരേക്ക് കണ്ട് ചാടി, ഒരു വശത്തേക്ക് ചാടി. ജംപ്ഡ് ഇൻ ആൻഡ് ബിറ്റ്. എന്നിട്ട് ഉടനെ തന്നെ പാമ്പിൻ്റെ മേലിലേക്ക് ജംപ്ഡ് ഇൻ, പാമ്പിൻ്റെ മേലിലേക്ക് ചാടി വീഴുകയും, ആൻഡ് ബിറ്റ് എന്ന് പറഞ്ഞാൽ കടിച്ചു. ബൈറ്റ് എന്നുള്ളതിൻ്റെ വീറ്റു ആണെന്ത്? ബിറ്റ്. എഗെയിൻ ദ ബേർഡ്സ് ഡൈവഡ് അറ്റ് ദ സ്നേക്ക്. ഈ സമയം പക്ഷികൾ വീണ്ടും ആരുടെ നേരേക്ക് കുതിച്ചു? കോബ്രൻ്റെ, മൂർഖൻ്റെ നേരേക്ക് ഈ പക്ഷികൾ, ഏതൊക്കെ പക്ഷികൾ? ക്രോയും മൈനയും മൂർഖൻ്റെ നേരേക്ക് കുതിക്കുകയും, ആൻഡ് ബംപ്ഡ് ഇൻ ടു ഈച്ച് അതർ ഇൻസ്റ്റഡ്. അവർ പരസ്പരം കൂട്ടിമുട്ടുകയും ചെയ്തു. അപ്പോൾ 2 പ്രാവശ്യം അവരെന്ത് ചെയ്യാൻ ശ്രമിച്ചു? മൈനയും ക്രോയും കാക്കയും എന്തിനു വേണ്ടി ശ്രമിച്ചു? ഈ സ്നേക്കിനെ വന്ന് കൊത്താൻ വേണ്ടി ശ്രമിക്കുകയും പക്ഷെ പരാജയപ്പെടുകയും ചെയ്തു. 2 തവണ അവരെന്ത് ചെയ്യാണ്? അന്തരീക്ഷത്തിൽ വെച്ച് കൂട്ടിമുട്ടുകയാണ്. ആൻഡ് റിട്ടേൺഡ് ഷ്രീക്കിംഗ്. അങ്ങനെ അവർ തിരിച്ചു. ഷ്രീക്കിംഗ്, കരഞ്ഞുകൊണ്ട്, വേദന കൊണ്ട് കരഞ്ഞ് അവർ വീണ്ടും അവരുടെ സ്ഥലത്തേക്ക്, ടു ദ സേഫ്റ്റി ഓഫ് ദ കാക്ടസ്, കാക്ടസിൻ്റെ അടുത്തേക്ക്, മുൾച്ചെടിയുടെ അടുത്തേക്ക് അവർ വീണ്ടും പറന്നുപോയി, അവിടെ ചെന്നിരുന്നു. ദ തേർഡ് റൗണ്ട് followed the same course as the first, but with one dramatic difference. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. The myna flew on and reached its perch, but the crow tried to pull up in the midair and turned back. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the cobra's body. The third round followed the same course as the first, but with one dramatic difference. പോരാട്ടത്തിൻ്റെ 3-ാം റൗണ്ടും ആദ്യത്തെ പോലെ തന്നെ തുടർന്നു. പക്ഷേ ഈ പ്രാവശ്യം the third round followed the same course as the first. പോരാട്ടത്തിൻ്റെ 3-ാമത്തെ റൗണ്ടും ആദ്യത്തെ റൗണ്ടിനെ പോലെ തന്നെ എന്ത് ചെയ്തു? തുടർന്നു. ബട്ട് വിത്ത് വൺ ഡ്രാമാറ്റിക് ഡിഫറൻസ്. പക്ഷെ എന്തുണ്ടായിരുന്നു? ഒരു ചെറിയ ഒരു നാടകീയ മാറ്റം, ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ്, ഒരു മാറ്റം ഉണ്ടായി. ആദ്യത്തേതിൽ നിന്നും ഒരു ചെറിയ മാറ്റം ഇപ്രാവശ്യമുണ്ട്. എന്താണ് മാറ്റം നോക്കാം. ദ ക്രോ ആൻഡ് ദ മൈന സ്റ്റിൽ ഡിറ്റർമിൻ ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ്. മൈനയും കാക്കയും ഈ പോരാട്ടത്തിൽ തുടരാൻ തന്നെ തീരുമാനിച്ചാണ് അവർ. മനസ്സിലായല്ലോ. ആദ്യത്തെ 2 പ്രാവശ്യം അവരുടെ ലക്ഷ്യം തെറ്റി പരസ്പരം കൂട്ടിമുട്ടി അവർ കാക്ടസിലേക്ക്, മുൾച്ചെടിയിലേക്ക് പോയി. 3-ാമത്തെ റൗണ്ടിലും അവരെന്ത് ചെയ്യാണ്? പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, ഫൈറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും, ഡൈവഡ് അറ്റ് ദ കോബ്ര, അങ്ങനെ കോബ്രയുടെ നേരെ ചാടി വീഴുകയും, ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ ആസ് വെൽ ആസ് ദെയർ മാർക്ക്. അവർ കോബ്രയ്ക്ക് നേരെ കുതിച്ചു, എന്നാൽ ഈ പ്രാവശ്യം അവർ പരസ്പരം കൂട്ടിയിടിക്കാതെ അവരുടെ ലക്ഷ്യം തെറ്റി. നേരത്തെ 2 പ്രാവശ്യം അവരെന്ത് ചെയ്തിട്ടുണ്ട്? പരസ്പരം അന്തരീക്ഷത്തിൽ നിന്ന് കൂട്ടിയിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എന്ത് ചെയ്തിട്ടില്ല? കൂട്ടിയിടിച്ചിട്ടില്ല. അവരുടെ ലക്ഷ്യം തെറ്റുകയും ചെയ്തു. ദ മൈന ഫ്ലൂ ഓൺ ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് പേർച്ച്. അങ്ങനെ മൈന എന്ത് ചെയ്തു? പറന്ന് തൻ്റെ ഇരിപ്പിടത്തിൽ ചെന്നിരുന്നു. ദ മൈന ഫ്ലൂ ഓൺ ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് പേർച്ച്. മൈന അവിടുന്ന് പറന്നിട്ട് തൻ്റെ ഇരിപ്പിടത്തിൽ ചെന്നിരിക്കുകയാണ്.
ബട്ട് ദ ക്രോ ട്രൈ ടു പുള്ളപ്പ് ഇൻ മിഡ് എയർ. പക്ഷേ കാക്ക എന്താ ചെയ്തത്? ട്രൈ ടു പുള്ളപ്പ് ഇൻ മിഡ് എയർ. കാക്ക അന്തരീക്ഷത്തിൽ ഇത്തിരി ഉയരാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്നിട്ട് ഇത്തിരി ഉയരാൻ ശ്രമിക്കുകയും ആൻഡ് ടേൺ ബാക്ക്, എന്നിട്ട് തിരിച്ച് പറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ്, ഈ ഒരു നിമിഷം അവൻ അങ്ങനെ ചെയ്യാനെടുത്ത ഈ ഒരു സമയത്ത് ദ കോബ്ര വിപ്ഡ് ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. പാമ്പ് കോബ്ര എന്ത് ചെയ്തു? കാക്കനെ ആഞ്ഞു കൊത്തി, അല്ലേ? വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, നല്ല ശക്തിയോടെ ആഞ്ഞു കൊത്തുകയാണ്. ഹിസ് നൗട്ട് തഡിങ് അഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി. അങ്ങനെ പാമ്പിൻ്റെ ആ തല നല്ലൊരു പ്രഹരമാണ് ആരുടെ മേലേൽപ്പിച്ചത്? ക്രോയുടെ, കാക്കയുടെ മേലിൽ നല്ലൊരു പ്രഹരം ഏൽപ്പിച്ചു. എന്തുകൊണ്ട്? പാമ്പിൻ്റെ തലഭാഗം കൊണ്ട് എന്ന് പറയാണ്.